ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ മലയാള സിനിമയാണ് കടങ്കവർ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് എല്ലാ മേഖലയിലും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ്. ചിത്രം തിയേറ്ററിലെത്തിയിട്ട് ആദ്യ ചൊവ്വാഴ്ച കൂടി 5 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 5ാം ദിവസം ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് എത്തുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗിലൂടെ പ്രീ സെയിൽ കളക്ഷനായി 72 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5ാം ദിവസവും ഈ സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിൽ മികച്ച തുടക്കം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിലും ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമ മണിക്കൂറിൽ 4000-ന് മുകളിൽ ടിക്കറ്റുകൾ ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും മികച്ച ട്രെൻഡിങ് ഈ സിനിമ നിലനിർത്തുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 കോടി രൂപ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരുന്നു. അങ്ങനെ 4 ദിവസം കൊണ്ട് 18 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 22 കോടി 50 ലക്ഷത്തിന് മുകളിലാണ്. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 44 കോടി 15 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ചയോടെ 49.50 കോടി റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ അപ്ഡേറ്റ് ഇന്ന് വൈകിട്ടോടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇപ്പോഴും മികച്ച ട്രെൻഡിങ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥ ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, അശോകൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 18ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 25,50,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 21 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 26 കോടി 65 ലക്ഷം രൂപയുമാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 44 കോടി 60 ലക്ഷം രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ ട്രെൻഡിങ്ങോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ തന്നെയാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട് മികച്ച കളക്ഷൻ നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദിത്യ ഥർ തിരക്കഥ സംവിധാനം ചെയ്ത ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ പാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കേരളത്തിൽ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ 17,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 79 ലക്ഷം രൂപയാണ്. 4 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 126 കോടി രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 151 കോടി നേടിയെടുത്ത ഈ സിനിമ വിദേശ കളക്ഷനായി 34 കോടി 50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 185 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ധീരം. ഇന്ദ്രജിത്ത് സുകുമാരൻ, വിജയരാഘവൻ, റീബ മോണിക്ക ജോൺ, അജു വർഗീസ്, നിഷാന്ത് സാഗർ, റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് താരങ്ങൾ. മികച്ച ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് 4ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 8,85,000 രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. 4 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 53 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 75 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ബിനിൽ തിരക്കഥ സംവിധാനം ചെയ്ത പൊങ്കാല എന്ന സിനിമ ഡിസംബർ 5 വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി, കിച്ചു ടെല്ലസ്, സമ്പത്ത് റാം, ബാബുരാജ്, അലൻസിയർ, സുധീർ കരമന എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 4ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 7,70,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് 41 ലക്ഷം രൂപ ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. 4 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 60 ലക്ഷം റേഞ്ചിലുമാണ്. ദി റൈഡ് എന്ന മലയാള സിനിമ ഡിസംബർ 5 തിയേറ്ററിലെത്തിയിരുന്നു. കൃതേഷ് മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുധി കോപ്പ, ഗോപിക മഞ്ജുഷ, പ്രശാന്ത് മുരളി, അഭിനവ് രാജ്, മാല പാർവതി, ശ്രീകാന്ത് മുരളി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 30 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.